നമസ്കാരം സുഹൃത്തുക്കളെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറാൻ സഹായിക്കുന്ന 21 ശീലങ്ങൾ. റോണ്ട ബേണിന്റെ കൗണ്ട് ഡൗൺ ടു റിച്ചസ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഏറ്റവും സൂപ്പറായ 10ാമത്തെ ദിവസത്തെ പരിശീലനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വാ, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ചിന്തയിലൂടെയോ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പുറത്തേക്ക് വിടുന്ന എന്തും ഒരു ബുമറാങ് പോലെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു. അതിനു പിന്നിൽ ശക്തമായ വികാരമുണ്ടെങ്കിൽ തിരികെ വരുന്നത് പല മടങ്ങായി വർദ്ധിക്കും. നാം നമ്മെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നാം പുറപ്പെടുവിക്കുന്ന ഊർജത്തിന്റെ ബൂമറാങ് നമ്മിലേക്ക് തന്നെ തിരികെ എത്തുന്നു. ചിന്തിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും അത് നാം ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചായാലും അല്ലെങ്കിലും അത് നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അതിനാൽ സമൃദ്ധിയെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കണം. ഈ ഒരു അധ്യായത്തിൽ റോണ്ട ബേൺ തന്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ വിവരിക്കുന്നു. മറ്റുള്ളവർക്ക് പണം നൽകുന്ന ശീലത്തെക്കുറിച്ച് എഴുത്തുകാരി പറയുന്നുണ്ട്. പണത്തെക്കുറിച്ചുള്ള വേവലാതി, ഭയം, എതിർപ്പ് തുടങ്ങിയ സാധാരണ നിഷേധാത്മക വികാരങ്ങൾക്ക് പകരം മറ്റുള്ളവർക്ക് പണം നൽകുന്നതിലൂടെ പോസിറ്റീവായ നല്ല ചിന്തകൾ തന്നിൽ ഉണ്ടാകും എന്നതായിരുന്നു ഇതിനു പിന്നിലെ ആശയം. അവർക്ക് വലിയ കടബാധ്യതയും ബാങ്കിൽ പണമില്ലായ്മയും ക്രെഡിറ്റ് കാർഡുകൾ പരിധി കഴിയാറായിട്ടുണ്ടായിരുന്നതുമായ ഒരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം അവർ ATM-ൽ പോയി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കുറച്ച് $20 നോട്ടുകൾ പിൻവലിച്ചു. ഓരോ $20 നോട്ട് നൽകാൻ അനുയോജ്യരായ ആളുകളെ തിരഞ്ഞുകൊണ്ട് അവർ തിരക്കേറിയ ഒരു തെരുവിലൂടെ നടന്നു. ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി കടന്നു പോകുമ്പോൾ അവർക്കത് നൽകുന്നതായി സങ്കല്പിച്ചു. ഓരോരുത്തർക്കും പണം നൽകുന്നതായി സങ്കല്പിച്ച ആ നിമിഷങ്ങളിൽ അവരുടെ മനസ്സലിഞ്ഞു പോവുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ആദ്യത്തെ $20 കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പണത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറിയിരുന്നു. ശേഷം ആർക്കാണ് ഈ പണം നൽകേണ്ടതെന്ന് തനിക്ക് കാണിച്ചു തരാൻ അവർ പ്രപഞ്ചശക്തിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് തങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാൻ തികച്ചും പണമില്ല എന്ന് ആളുകൾ പരസ്പരം പറയുന്നത് കേൾക്കുന്ന 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ അവർക്ക് മുന്നിൽ വന്നു. ആ നിമിഷത്തിൽ തന്നെ ഇടപെട്ട് അവർക്ക് $20 വീതം നൽകാൻ എഴുത്തുകാരിക്ക് സാധിച്ചു. അന്ന് അവർ 2 $20 നോട്ടുകൾ മാത്രമേ നൽകിയുള്ളൂവെങ്കിലും അവരുടെ സങ്കല്പത്തിൽ 100-ലധികം ആളുകൾക്ക് അവർ $20 വച്ച് നൽകിയിരുന്നു. പണത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ അത് സൗജന്യമായി നൽകിയത്. പണത്തെക്കുറിച്ച് ആയുഷ്കാലം മുഴുവൻ തോന്നിയ മോശം ചിന്തകൾ മാറ്റാൻ അവർ ആഗ്രഹിച്ചു. നിങ്ങൾ പണം സൗജന്യമായി നൽകുമ്പോൾ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് പല മടങ്ങായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഒരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് അവർ ഈ പരിശീലനം ചെയ്തത്. തൊട്ടടുത്ത തിങ്കളാഴ്ച, അതായത് വെറും 48 മണിക്കൂറിനുള്ളിൽ ഒരു ബിസിനസ്സിലൂടെ $25,000 അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു. പിന്നെ 24 മണിക്കൂറിന് ശേഷം അപ്രതീക്ഷിതമായ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് $10,000 കൂടി അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. വെറും $40 മാത്രം നൽകിക്കൊണ്ട്, എന്നാൽ മനസ്സുകൊണ്ട് 100 കണക്കിന് ഡോളറുകൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ $35,000 അവരുടെ അക്കൗണ്ടിൽ ലഭിച്ചു. അവർ ചെയ്ത പരിശീലനം കൊണ്ടും അന്ന് അവർക്ക് അനുഭവപ്പെട്ട വികാരത്തിന്റെ ആഴം കൊണ്ടും ഒരുപാട് ആളുകൾക്ക് പണം നൽകുന്നതായി സങ്കല്പിച്ചത് കൊണ്ടുമാണ് ഇത് സംഭവിച്ചതെന്ന് അവർക്കറിയാമായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പരിശീലനത്തിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങൾ തികച്ചും അപരിചിതരായ ആളുകൾക്ക് പണം നൽകുന്നതായി സങ്കല്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിറയെ $500 നോട്ടുകൾ ഉള്ളതായി സങ്കല്പിക്കുക. നിങ്ങളുടെ പോക്കറ്റുകളിലും $500 നോട്ടുകൾ നിറഞ്ഞിരിക്കുന്നു. അതിനാൽ പണം തീർന്നു പോകില്ല. നിങ്ങൾ കടന്നു പോകുന്നതോ ബന്ധപ്പെടുന്നതോ ആയ ഓരോ വ്യക്തിയുടെയും മുഖത്തേക്ക് നോക്കുക. അവരിൽ ഓരോ വ്യക്തിക്കും $500 നോട്ട് നൽകുന്നതായി സങ്കല്പിക്കുക. സാധ്യമാവുന്നത്ര ആളുകൾക്ക് പണം നൽകുന്നതായി സങ്കല്പിക്കുക. കുറഞ്ഞത്
50 പേർക്കെങ്കിലും ഒരുമിച്ച് 500 രൂപ വെച്ച് നൽകുന്നതായി വിഷ്വലൈസ് ചെയ്യുക. പ്രപഞ്ചശക്തി നിങ്ങളുടെ ഭാവനയെ യഥാർത്ഥമെന്ന പോലെ സ്വീകരിക്കും. നിങ്ങളുടെ കൈവശം ധാരാളം പണം ഉള്ളതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് നൽകുകയാണെന്ന് ഈ പരിശീലനത്തിലൂടെ നിങ്ങൾ പ്രപഞ്ചശക്തിയോട് പറയുകയാണ്.